അയ്യോ യവനമാരൊക്കെ ഇത് എവിടെ പോയി കിടക്കണേ? കുറെ നേരമായിട്ട് കാണാൻ വന്നിരിക്കുന്നു, ഫോട്ടോ എടുക്കണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും കാണാനില്ലല്ലോ. അവിടെ ഇന്ന് രമണി എങ്ങനെ വെച്ചാ പറ്റൂലല്ലോ. ഞാൻ മാത്രം ഉണ്ടല്ലോ അവിടെ, വേറെ കൂലിയില്ല നടക്കണ അവള്. താമസിക്കാന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ശശിന്റെ കൊടുത്ത് അടിച്ചിട്ട് വരുമായിരുന്നു. ഈ നമ്മ ടൂറിൽ ആഴ്ചയായി നെറ്റില്ല കോപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് ഫോട്ടോ എടുപ്പ് 2.5 കിലോമീറ്റർ അപ്പുറത്ത് പണി. 10ാം ക്ലാസ് വരെ പഠിച്ചിരുന്നെങ്കിൽ ഞാനാവുമായിരുന്നു ADS. അതിന് അങ്ങനെ എന്റെ തള്ളച്ചി എന്റെ മുതുക്കി കിളവി എന്നെ പഠിക്കാൻ വിട്ടാ എടുത്തോണ്ട് പോയില്ലേ പറഞ്ഞ എന്റെ ഓഫീസില്. എന്നിട്ട് കെട്ടി ഇറക്കി വിടുകയും ചെയ്തു. ഒരു ADS ആയുള്ള കളയുണ്ട് ശാന്ത. അവക്ക് 10ാം ക്ലാസ് പഠിക്കണ്ട അഹങ്കാരം. അവക്ക് തോന്നുമ്പോ വരും, തോന്നുമ്പോ ഫോട്ടോ എടുക്കും. എഴുന്നള്ളുന്നുണ്ടോ കൊലിക്ക് ശാന്ത, നീ ഇപ്പഴാണ് വരുന്നേ? ഞാൻ എപ്പോഴേ വന്ന് നിൽക്കുന്നത്. ബാക്കിയുള്ള കുരുത്തക്കുട്ടികളൊക്കെ എവിടെ? എന്തെങ്കിലും വരുമോ? പൊന്നമ്മ വാരയിട്ട് അലക്കണമെന്ന് തോന്നണം. ഒരുത്തികളെ കാണാനും ഇല്ല. നേരത്തെ ഇറങ്ങിയാ? ഞാൻ എപ്പോഴേ ഇവിടെ വന്ന് നിൽക്കുന്നു ശാന്തേ. ഞാൻ ഒരു കാര്യം പറയാം, നീ എന്തെങ്കിലും വിചാരിച്ചാലും ശരി തന്നെ. ഇവിടെ എനിക്ക് വന്നിടന്ന് ജോലി ചെയ്ത് ചാവാൻ പറ്റൂല. വയസ്സ് ഇത്രയായി. ഒരു ചെറുപ്പക്കാരിയല്ലുണ്ടല്ലോ, ഒരു ചുന്തരുണ്ടല്ലോ, ഒരു ചുന്തരി. ശാന്തയിലൂടെ ആയോണ്ട് ഞാൻ പറയുന്നു, 10 പൈസയുടെ പണി ചെയ്യൂല. അവള് മണ്ണ കുണ്ടിയും കുലിക്ക് കൊണ്ട് ഇവിടെ വന്നിരിക്കാവുള്ളൂ. അവക്ക് കുണ്ടി ഉണ്ടെങ്കിൽ അവളെ മാപ്പിളയ്ക്ക് കൊള്ളാം. അവർക്ക് കിട്ടുന്ന ശമ്പളം അവൾക്ക് കിട്ടുന്ന ശമ്പളം അല്ലോ. എടേ പൊന്നമ്മ അതൊക്കെ പറയടി. അവള് കേട്ടോണ്ട് വരണമെങ്കിൽ അവള് തുണി അഴിച്ചിട്ട് ആടും കൂടെ ആടും. എടി പൊന്നമ്മ ആ മൊബൈൽ എടുത്ത് നോക്കടി, റേഞ്ച് ഉണ്ടോന്ന്. അയ്യോ അത് ഞാൻ മറന്നുപോയി വന്നേ. എടി പൊക്കി നോക്കടി പൊന്നമ്മ. ഓ അത് ഞാൻ മറന്നുപോയി അടിയേ. നീ പറഞ്ഞത് ഉള്ളത് എന്നടിയേ. 2 പുള്ളി വന്ന് കണ്ട. നീ മിക്കവാറും ഫോട്ടോ എടുത്ത് അയക്കണമെങ്കിൽ മരത്തിന്റെ മുകളിൽ കയറേണ്ടി വരും. എടി അവളതാ കുണുങ്ങി പറഞ്ഞു. പൊന്നമ്മ നീ ഒന്നും മിണ്ടരുത്, നിന്റെ കാല് പിടിക്കാൻ ഞാൻ. നേരായി, ഇന്ന് അവളെല്ലാം കൂടെ എന്നെ എടുത്തിട്ട് കൊല്ലും. എന്തോ കുണുകുണാന്ന് പറയും. ചേച്ചി ഇന്നത്തെ പോലും താമസിച്ചു. ചേട്ടൻ പോവാൻ താമസിച്ചോണ്ടാണ് കേട്ടാ താമസിച്ചത്. ചേട്ടൻ പോണേന് നിനക്കെന്തൊരു കുഴപ്പം? ഞാനാ പൂരത്തിന്റെ കാലത്ത് പെണ്ണുങ്ങളെ പണിക്ക് വിടാതെ അവൻ എന്തായാലും നോക്കട്ടെ. നീ പറഞ്ഞോടെ മണി ഇങ്ങനെ വന്നാൽ ശരിയാവൂല. മണി 9 ആവാൻ പോണു. നീ വരണമെങ്കിൽ വാ. ഉള്ളവരെ വെച്ച് നമുക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാം. പിന്നെ അവളുകളൊന്നും പണി ചെയ്യണം. ഇന്നാളെ ഞാൻ പറഞ്ഞു ഈ പൊന്നമ്മ ചേച്ചി സീരെ ഊരി ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ നമ്മാട്ട് ഊരി കൊണ്ടുവേണത്. ഈ കളവിക്കെന്തര് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായിക്കൂടെ? എനിക്ക് ഊരി കിടക്കണം. നിനക്ക് എത്ര സങ്കടമാക്കി നാളെ ഇതിന്റെ മാപ്പിളയെ കൊണ്ട് കൊടു പിടിയിട്ട് വരാൻ പറ. നീ മിണ്ടാതെ വാ. പൊന്നമ്മ അടങ്ങ്. എന്തെന്ന് ശാന്ത അവള് പറയണ? ഇവള് നല്ല പെട്ടെന്ന് നേരാവണം. ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന്. ചേച്ചി 1 മിനിറ്റ്, ഞാൻ വേർപ്പൊന്ന് വിളിച്ചോട്ടെ. നിനക്ക് സംബന്ധാലോചിക്കല്ല ഫോട്ടോ എടുക്കാനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. അങ്ങോട്ട് ഇന്നൊക്കെ പോയി ജോലികൾ കഴിയും പോയി. ഓ ഇത്ര ദിവസം കണ്ട് വിചാരിച്ചോണ്ടിരിക്കുന്ന ഈ നമ്മാട്ടി എത്തിപ്പിടിയിരുന്നു. അതല്ലേ എനിക്ക് നടുവും പോയി കേട്ടെ രമണി. പൊന്നമ്മ ചേച്ചി എന്നെ കാണുമ്പോ നിനക്ക് അസൂയം കുശുമ്പും. എന്നാ രമണി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് ഇത്രയും പ്രായമായി. എന്റെ ഒരു കിടന്ന് നാക്കിട്ടടിക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ല. ഇതെന്റെ ജോലി നോക്ക്. പൊന്നമ്മ നീ ഉറപ്പിച്ചത് ഉറക്കൂല. ഇങ്ങോട്ട് ഞാൻ ഉറപ്പിച്ചു തരാം. ശാന്തേച്ചി ഞാൻ പുല്ല് മാത്രം പറിക്കും, ചെളിയിൽ ഞാൻ ഇറങ്ങൂല. എനിക്ക് കാലൊക്കെ ഭയങ്കര ചൊറിച്ചിലാണ്, ഞാൻ ഇറങ്ങൂല. ഒടുക്കം ഈ എവര് കിടന്നുകൊണ്ട് എന്നാ പിളൂണാന്ന് വല്ലതും പറഞ്ഞാൽ ഞാൻ ഈ ചട്ടി എടുത്തവരെ മണ്ടയിൽ കടിച്ചു കൊടുക്കും. അല്ലെങ്കിൽ നിനക്ക് ചെളി ഇറങ്ങി കുറെ ചൊറിച്ചില്ല തന്നെ. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല. എല്ലാരും ചെളിയിലിറങ്ങി ജോലി ചെയ്താലേ പറ്റുള്ളൂ. കേട്ടോ പൊന്നമ്മ? കേട്ടാ പൊന്നമ്മ. പൊന്നമ്മക്ക് ഒരു കുഴപ്പമില്ല. പൊന്നമ്മക്ക് ചൊറിച്ചിലുമില്ല. കാലികളോ കൊലിച്ചൂരി പോവില്ല. എന്താ മാപ്പളയില്ല. പണിക്ക് വരുമോ? നേരത്തെ പണിക്ക് തൊഴിലിത്തോടൂല്ല, സ്ഥാനാത്തിറങ്ങൂല. എന്തൊരു നടുവേദനയെന്തോ. എനിക്ക് നിങ്ങൾ ജോലി തുടങ്ങാൻ വിളിക്കും. എന്തേ തൊഴിലുറപ്പെന്ന് പറഞ്ഞോണ്ട് വരണേ? അവള് കിടക്കട്ടടി, നമുക്ക് എല്ലാരും കഴിക്കുമ്പോ അവളെയും വിളിക്കാം. എടി പൊന്നമ്മ, നിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. എന്താന്ന്? എന്റെ അനിയത്തിയുടെ മോക്ക് മറ്റേ സംബന്ധ കേസാ. പയ്യനെ കുറിച്ച് അന്വേഷിച്ചിട്ട് പറയാൻ പറഞ്ഞു. ഓ പയ്യനാ? എടി നമുക്കറിയാം, എനിക്കറിയാവുന്നേ. ഞാൻ തിരക്കി നോക്കി. നിന്നാനടി നല്ലൊരു ചെറുക്കെന്നാണ് എല്ലാരും പറയണത്. എടി ഞാൻ അവനെ കുറിച്ച് തിരക്കി. കുറച്ചൊക്കെ എനിക്ക് ചെറുക്കനെ കുറിച്ച് അറിയാം. പിന്നെ എന്നാലും ഞാൻ എന്റെ മൈനിയുടെ വീടിന്റെ അടുത്താണ് ഈ ചെറുക്കൻ താമസിക്കുന്നത്. അവിടെ പോയി ചോദിച്ചാൽ പറഞ്ഞ ചെറുക്കായി
പിന്നെ കുടിയില്ല, മുറുക്കൂല, പിന്നെ വേറെ ദുശീലങ്ങൾ അനാവശ്യ കൂട്ടുകെട്ടലോ ഒന്നുമില്ല. നല്ല ജോലിക്കാരൻ ചെറുക്കെന്നാണ് പറയണത്. പിന്നെ തിരക്കി നോക്കിയ പാപ്പാടെ ഒരു ദുശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവ തൂറിനടുത്ത് വെച്ച് വീട് വലിക്കും, അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. അവന് വായിൽ വെച്ച് വലിച്ച എന്തരടി കുഴപ്പം? ചേടാ നീ ഇതെന്തരടി ശാന്ത പറയണത്? അവൻ കക്കൂസി പോകുമ്പോ അവിടെ വെച്ച് ഇത്തിരി വീടി വലിക്കുമെന്നാണ് പറഞ്ഞത്, അല്ലാതെ വേറെ ദുഷ്ടഭാവമൊന്നും ചെറുക്കനില്ല. നല്ല ചെറുക്കനെന്നാണ് പറയുന്നത്. പെണ്ണ് ഇപ്പോഴും കട്ടില് കിടക്കണം എന്നാണ് വിചാരം. ഹലോ, ആ ഞാൻ അല്പം താമസിച്ചാലും അവിടെ എത്തും കേട്ടോ. ഞാൻ അവിടെ വരണ കാര്യം അവരുടെ തൽക്കാലം പറയണ്ട. ശരി ശരി ശരി, ഞാൻ വിളിക്കാം ശരി. ആള് പറഞ്ഞു പെട്ടെന്ന്. തമ്മിലിട്ട് വലിക്കാതെ ഇനി വാടി ഇരുന്ന് വെട്ടടി. അവിടെയൊക്കെ വെട്ടടി, ഇങ്ങോട്ടൊക്കെ വെട്ട്. ഇനി വയ്യ ആടിയാസേ. ചേച്ചി, ആ മുട്ടിലേണ വാവേ ഇനി വരുമോ? സാറേ തെറ്റിദ്ധരിക്കണ്ട, ഇപ്പൊ അങ്ങോട്ട് ഇരുന്നതേ ഉള്ളൂ. ഓ ഞാൻ വിശ്വസിച്ചു. ഉണക്ക ചേച്ചി, ആ നമ്മട്ടിക്കതാ. അയ്യോ ഇതിന്റെ തട്ടാളായി പോയി, തട്ടാളായി പോയി. കൊള്ളാം കേട്ടാ. ഞാൻ കണ്ടോണ്ട് തന്നെ വന്നത് നിങ്ങളെ ഇവിടെ കിടന്നുള്ള പണി. ഇത് ഞാൻ ഉറപ്പായിട്ടും പഞ്ചായത്ത് റിപ്പോർട്ട് ചെയ്യും. നിങ്ങളെ വാർഡ് എന്തോ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ. അങ്ങനെ പറയല്ലേ സാറേ. നിങ്ങളെ വാർഡും പറഞ്ഞ ഞാൻ ഒന്ന് കാണട്ടെ. ഇവിടത്തെ ഈ വാർഡിലെ പണി ഇതോടെ മതി. തട്ടില്ലാത്ത നമ്മാട്ടിയും ചത്ത പണിയും അല്ലേ? ഇതേ തൊഴിൽ ഉറപ്പാണ്, അല്ലാതെ തൊഴിൽ ഉഴപ്പല്ല. നിങ്ങൾ പാവങ്ങളാണെന്ന് വിചാരിച്ച് നിങ്ങളെ ജോലി ചെയ്തിട്ടെന്ന് വിചാരിച്ചപ്പോ നിങ്ങളാണെങ്കിൽ ഇവിടെ കിടന്ന് ഉറക്കമില്ലേ? ഞാനിപ്പോ നേരിട്ട് കണ്ടപ്പോഴാണ് ഇത് മനസ്സിലായത്. നിങ്ങളെ വാർഡും പറഞ്ഞ ഞാൻ കണ്ടു. ഇതോടെ നിങ്ങളെ പണി ഞാൻ നിർത്തിത്തരും. ശരിയെന്നാ കേട്ടാ. എനിക്കെന്തിനു ഇത്? ഇനി നമ്മൾ എന്തിനു? നിങ്ങൾ എന്തെങ്കിലും അങ്ങോട്ട് പോയി പറ. നിങ്ങൾ ഇവിടെ ഇത്ര നേരം എന്തിനു ചെയ്തോണ്ടിരുന്നേ? ഇത്ര നേരം നമ്മൾ പുല്ല് വലിച്ചോണ്ടല്ലേ ഇരുന്നേ. നിങ്ങൾ വലിച്ചോണ്ടാ ഇരുന്നേ? ഇനി വീട്ടിൽ ചെന്ന് വലിച്ചോണ്ടിരുന്നേ?